ഹായ് ഹലോ, എന്തൊക്കെ വിശേഷം എല്ലാവർക്കും. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നല്ലേ, നമ്മൾ ചിക്കൻ ചുടാൻ പോകണം ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഖത്തറിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഒക്കെ നമ്മൾ പുറം രാജ്യത്ത് നിൽക്കുന്ന ഒരുപാട് പേരുടെ എന്താ പറയാ ഒരു മെയിൻ വീക്കെൻഡിലൊക്കെ ഉള്ള ഒരു ഹോബി ആയിരിക്കും ഈ പുറത്തു പോയിട്ട് ചിക്കൻ ചുടുക, അതുപോലെ അൽഫാം ആ സംഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. മിക്ക ഗൾഫുകാരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. സോ ഞാനൊന്ന് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ കുറെ പടയാളികളുണ്ട് ഗൈസ്. പടയാളികളെ ഞാൻ കാണിച്ചു തരാം. സോ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ഭംഗിയേറിയ ബീച്ചാണെന്നൊന്നും പറയുന്നില്ല. സോ ഒരു ബീച്ചിലേക്കാണ് പോകുന്നത്. ഒരു 1 അവർ എന്താ പറയാ ലോങ്, അങ്ങനല്ലേ പറയാം. ഷോ മറന്നുപോയി ഗൈസ്. ഇത് പറയുന്നതിന് മുന്നേ ഒരുപാട് സംഭവങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പറയുന്ന സമയത്തൊന്നും കിട്ടുന്നില്ല, എന്താണെന്നറിയില്ല. സോ നിങ്ങൾക്ക് ഫൈനലി സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇതൊക്കെ തന്നെയാണ് പരിപാടി. ജസ്റ്റ് ചിൽ ഔട്ട്, അത്രേ ഉള്ളൂ. നമ്മുടെ ഇതൊക്കെ അല്ലേ, അപ്പൊ നമുക്ക് കുറെ ലീവൊക്കെ ഉണ്ട്, 3-4 ദിവസം ലീവൊക്കെ ഉണ്ടേ. അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് സെറ്റൊക്കെ ആണ്ടേ. അപ്പോൾ ഇവൻ വന്ന പാടെ ഇവന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. എന്താണെന്നല്ലേ, ചിക്കൻ ചുട്ടാൻ പോണ്ടേ. അപ്പൊ അതിനൊരു സ്പോട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ആദ്യത്തെ പരിപാടി. അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാതെ നമ്മൾ മാത്രമായിട്ട് നമ്മളൊരു സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ 4 വണ്ടിയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കുറെ പേരുണ്ടായിരുന്നു, ഒരു 5-8 ആൾക്കാരുണ്ടെന്ന്. സോ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ്. സോ അങ്ങനെ അവരവരുടെ പരിപാടി തുടങ്ങാൻ തുടങ്ങി. ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് തല പുണ്ണാക്കിയിട്ടാണ് കുറെ നേരം ബീച്ചിലേക്ക് നോക്കി നിന്നു. സോ അങ്ങനെ കുറെ നോക്കി നിന്നതിന് ശേഷം നമുക്കൊരു സംഭവം കാണാൻ പറ്റി. സംഭവം എന്നല്ലേ, ജെല്ലി ഫിഷ്. സോ ഞാൻ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം ആണോ ഞാൻ കാണുന്നത് ഈ സാധനത്തിനെ. കണ്ടപ്പോൾ ഒരു രസമൊക്കെ തോന്നി. പക്ഷെ അത് വല്ലാതെ രസം തോന്നിയ ചൊറിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വല്ലാതെ രസത്തിന് പോയില്ല. സോ ഇങ്ങനെ കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു, അത്ര തന്നെ. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങൾ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. കാരണം ബീച്ച് നല്ലൊരു വൈബ്, നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവരവരുടെ പരിപാടി തുടങ്ങി, ഫോട്ടോഷൂട്ടും. ഞാൻ എന്താ വിചാരിച്ചു ഇവര് വരിയായിട്ട് നിൽക്കണ എന്താണ്, പിന്നല്ലേ മനസ്സിലായത് ഫോട്ടോഷൂട്ടാണ്. നമ്മളാണ് കളി. നമ്മളും കുറെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എന്താ, പിന്നെ ചിക്കൻ ചൂടാൻ ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണി 6 മണി ആയപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടു. കാരണം 5-8 പേരുണ്ടല്ലോ. അപ്പൊ ഇവർക്കൊക്കെ പാടെ ചിക്കൻ ചുട്ട് വരുമ്പോഴത്തേനും സമയം കുറെ ആവൂലേ. 10 മണിയാകുമ്പോഴത്തേനും തീറ്റ ചെയ്യണ്ടേ. സോ ഈ ഒരു സ്പേസ് എങ്ങനെയുണ്ട്, അതൊരു പീസ്ഫുൾ മൈൻഡ് അല്ലേ. സോ അത് 2-3 വീഡിയോസ് എടുത്തു, പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ കുറച്ച് ഗ്യാങ് ഉണ്ടല്ലോ. പിന്നെ രാത്രി ആയപ്പോഴത്തേനും വിശക്കാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ ലാസ്റ്റ് പിന്നെ ഞാൻ എൻ്റെ വക ഒരു നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു രസമല്ലേ, കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ടേ. അവർക്ക് ചോറ് കൊടുത്താലേ എനിക്കൊരു സമാധാനമാവുള്ളൂ. അതുകൊണ്ട് അവർക്കായിട്ട് ഞാൻ ഒരു നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ നമുക്കായിട്ട് കുബൂസും അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പാടെ കഴിച്ച് പിന്നെ വെള്ളത്തിലിട്ട് കുറച്ച് നീരാടും കൂടി ചെയ്തപ്പോൾ സമാധാനമായി. പിന്നെ കുറച്ചു നോക്കിയപ്പോട്ട് കടലൊക്കെ എങ്ങോട്ടോ പോയി ഗൈസ്. ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നത്. അങ്ങനെ കടല് പിന്നെ വന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് പോയി.